റഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്തും സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 2ാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ സംഭവബഹുലമായ ജീവചരിത്രം പാർട്ട് 2 അതേ 2ാം ഭാഗം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പാർട്ട് 1 മുൻപ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണുക, ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേ ക്രിസ്താബ്ദം 588 ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ബനു അദി ഗോത്രമാണ് അദ്ദേഹത്തിൻ്റെ കബീല. നുഫൈലിൻ്റെ പുത്രനായ ഖത്താബാണ് പിതാവ്. ഹാശിം ബിൻ മുഗീറയുടെ മകളായ വാൻതമ മാതാവ്. ഉമർ ജനിച്ചതറിഞ്ഞ പിതാവ് കുറേ മൃഗങ്ങളെ അറുത്ത് ബിംബങ്ങൾക്ക് കാഴ്ചവെച്ചു. അനന്തരം നാട്ടുകാരെ വിളിച്ച് വലിയ സദ്യ നടത്തുകയും ചെയ്തു. ഉമർ വളർന്ന് വലുതായപ്പോൾ ഖത്താബ് മകൻ്റെ നേരെ പൗരുഷമായ പെരുമാറ്റം പതിവാക്കി. തൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കാൻ ഉമറിനെ ഏൽപ്പിച്ചു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മകനെ കഠിനമായി പ്രഹരിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ബാല്യകാലം വളരെ ക്ലേശത്തോടു കൂടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടിയത്. ഖുറൈശികളിൽ അക്കാലത്ത് എഴുത്തും വായനയും അറിയുന്നവരായി കേവലം വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഒരാൾ ഉമറായിരുന്നു. പക്ഷേ അത് ഒരു ബഹുമതിയായി മക്കക്കാരും പരിഗണിച്ചില്ല. കൗമാരം പിന്നിട്ടപ്പോൾ കച്ചവട രംഗത്തേക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. തുണി കച്ചവടമായിരുന്നു ഉമർ നടത്തിയിരുന്നത്. തൻ്റെ വ്യാപാരം കൊണ്ട് പല നാടുകളിലൂടെ സഞ്ചരിക്കാനും പലവിധ അറിവുകൾ നേടാനും ഉമറിന് സാധിച്ചു. തന്നെയുമല്ല, അദ്ദേഹം പലവിധ ആയുധ അഭ്യാസവും ഗുസ്തിയും കുതിരസവാരിയും പരിശീലിച്ചിരുന്നു. പ്രഗത്ഭമതിയായ ഒരു വാഗ്മി കൂടിയായിരുന്നു ഉമർ. നല്ല സൗന്ദര്യവും ആകാര വടിവുമുള്ള ഒരു പുരുഷനായിരുന്നു ഉമർ. ഓരോ വർഷവും മക്കയിൽ നടന്നു വരുന്ന പെരുന്നാൾ ആഘോഷവേളയിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കുകയും 1ാം സ്ഥാനം നേടുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അതെ, തൻ്റെ കറുത്ത കുതിരപ്പുറത്ത് കയറി അങ്ങാടിയിലെ മത്സരവേദിയിലേക്ക് ഉമർ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. ലഹരി സാധനങ്ങൾ സർവ്വസാധാരണമായിരുന്ന അറേബ്യയിൽ ഉമറും ലഹരിയുടെ അടിമയായിരുന്നു. മദ്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർലഭ്യങ്ങളിലൊന്നായി. കള്ള് അക്കാലത്ത് പുരോഗതിയുടെ ലക്ഷണമായിരുന്നു. ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിതത്തിൽ മദ്യപിക്കാത്തവന് സ്ഥാനമില്ലാത്തതുപോലെ അന്നത്തെ കാലത്ത് മദ്യപിക്കാതിരുന്നത് പൗരുഷത്തിന് അപമാനകരമായി പരിഗണിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഉമർ അക്കാലത്തെ വീരശൂര പരാക്രമകളിൽ ഒരാളായിരുന്നു. അതേ ജാഹിലിയ കാലഘട്ടം ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നു. മദ്യം സർവ്വസാധാരണമായതുപോലെ തന്നെ മദിരാക്ഷിയും പുരുഷന്മാരുടെ
ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള സുഖഭോഗ വസ്തുക്കളിലൊന്നായിരുന്നു. പെണ്ണുങ്ങൾക്ക് സമൂഹത്തിൽ അക്കാലത്ത് മറ്റൊരു പരിഗണനയും ലഭിച്ചിരുന്നില്ല എന്നതാണ് നേര്. ഇന്നത്തെ സ്ത്രീ പുരുഷ സമത്വവാദികൾ ആ കാലഘട്ടത്തെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഏതു നിലയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ ജനങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയധികം സ്ഥാനമാനങ്ങൾ നൽകുകയും അവകാശങ്ങളും കടമകളുമുള്ള ജീവിത പങ്കാളികളാക്കുകയും ചെയ്തതുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ മാത്രമേ ഇസ്ലാമിനെതിരെയുള്ള പരിഹാസ വചനങ്ങൾക്ക് അറുതി വരികയുള്ളൂ. പെണ്ണുങ്ങൾ അവർ തങ്ങൾക്ക് തോന്നുമ്പോൾ സംഭോഗത്തിൽ ഏർപ്പെടാനുള്ള ഒരു വസ്തു അതായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ ഉള്ളിലിരിപ്പ്. ഭോഗിക്കാനും പ്രസവിക്കാനും അവർക്ക് പെണ്ണുങ്ങൾ വേണം. എന്നാൽ സ്വന്തം പുത്രിമാർ അവർക്കുണ്ടായിക്കൂടാ. ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഓരോ ഭർത്താവിൻ്റെയും കരളിൽ തീയാണ്. അവൾ പ്രസവിക്കുന്നത് വരെ ഉറക്കം നഷ്ടപ്പെട്ട നാളുകളായിരിക്കും അയാളുടെ മുമ്പിൽ. അങ്ങനെ തൻ്റെ ഭാര്യ പ്രസവിച്ച ഒരു പുരുഷ പ്രജയെ പ്രസവിച്ചാൽ അയാൾ ദീർഘശ്വാസം വലിക്കും, ദൈവങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തും, മൃഗങ്ങളെ ബലി നൽകും. നേരെ മറിച്ച് പെൺകുഞ്ഞാണ് തനിക്ക് പിറന്നിരുന്നതെങ്കിൽ ആ പിതാവിൻ്റെ മട്ടുമാറും, അയാളുടെ മുഖം കറുപ്പും, അവിടെ ഒരു ബീബൽസ പ്രത്യക്ഷപ്പെടും. പിന്നെ പൈശാചികമായൊരു വികാരത്തോടുകൂടി ആ ചോര പൈതലിനെ കുഴിച്ചുമൂടും. തൻ്റേതല്ലാത്ത കുറ്റത്തിന് ആ കുഞ്ഞു ജീവൻ ഹോമിക്കപ്പെടും. ഇത്രയും ഭയാനകമായ നീച പ്രവൃത്തി ചെയ്യാൻ ഒരു കൂസലുമില്ലാത്ത വിഭാഗമായിരുന്നു അറബികൾ. ആ അറബികളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ച പ്രകൃത സ്വഭാവക്കാരനായിരുന്നു ഉമർ. ഇത്തരം നീച പ്രവർത്തനങ്ങൾ താൻ ചെയ്തത് പിൽക്കാലത്തെ പശ്ചാത്താപ വിവശനായി കണ്ണീരോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാറുണ്ടായിരുന്നു. ശക്തിയും കരുത്തുമുണ്ടെങ്കിൽ അക്കാലത്ത് എന്തും പ്രവർത്തിക്കാം, ആരും ചോദ്യം ചെയ്യുകയില്ല. കയ്യുക്കുള്ളവൻ തന്നെയായിരുന്ന കാര്യക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് നല്ല കരുത്തും തൻ്റെ ഇടവും ചുറുചുറുക്കുമുണ്ടായിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നിയതിന് വേണ്ടി ധൈര്യസമേതം മുന്നിട്ടിറങ്ങുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഏതൊരു പോരാളിയും ഉമറിനെ വെല്ലാൻ അക്കാലത്തുണ്ടായിരുന്നില്ല. എന്തിനധികം പറയുന്നു, അക്കാലത്തെ ഉമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടി ഭയപ്പെടുത്തി പറഞ്ഞിരുന്ന പേര് പോലും ഉമറിൻ്റേതായിരുന്നു. വിരലിലെണ്ണാവുന്ന ചിലർക്ക് അക്കാലത്ത് ബിംബാരാധനയോട് എതിർപ്പായിരുന്നു. കണ്ണിൽ കണ്ട മുഴുവൻ ആചേതന വസ്തുക്കളെയും ദൈവമാക്കി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന പതിവിനെ അവർ വെറുത്തു. ദൈവം ഒന്നേ ഉള്ളൂ. നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ദൈവം, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല. വറക്കത്ത് ബിൻ നൗഫൽ, അബ്ദുല്ലാഹി ബിൻ ജഹസ്, ഉസ്മാൻ ബിൻ ഹുവൈസ്, സയ്യിദ് ബിൻ അംർ മുതലായവരെല്ലാം ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. ഇവരിൽ ബുദ്ധിശാലിയും തന്ത്രജ്ഞനുമായ സയ്യിദ് ബിൻ അംർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുമായിരുന്നു. അയാൾ ഏത് സമയവും ബഹുദൈവാരാധനയെ എതിർക്കും. അതിന് കിട്ടുന്ന ഒരവസരവും ഒഴിവാക്കുകയില്ല. ബിംബങ്ങളെ ആരാധിക്കുന്നതിലെ മൗഢ്യം തുറന്നു കാണിക്കും. ഈ കാണുന്ന പ്രപഞ്ചവും അതിലെ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചത് ഒരേ ഒരു നാഥനാണ്. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇങ്ങനെ തുറന്നടിക്കാൻ സയ്യിദ് ബിൻ അംർ മടി കാണിച്ചില്ല. ഇത്തരം വാക്കുകൾ ഉമറിൻ്റെ ചെവിയിലുമെത്തി. ആ രോഷാഗ്നി ആളിക്കത്തി. എന്ത്? കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ലാത്ത, ഉസ്സ തുടങ്ങിയ വിഗ്രഹങ്ങളെ നിഷേധിക്കുകയോ കാണാൻ പറ്റാത്ത ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുകയോ? ഈ വാദം ഒരിക്കലും വകവെച്ച് കൊടുത്തുകൂടാ. തൻ്റെ പിതൃവിനായ സയ്യിദ് ബിൻ അംറിനെ കടിച്ചു കീറാനുള്ള കോപം ഉമറിനുണ്ടായിരുന്നു. അതായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ഉമർ. ക്രൂരത മുറ്റിയ പെരുമാറ്റത്തിനിടയിലും ദയയുടെ ഒരു തിരുനാളം ആ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പ്രകാശിച്ചിരുന്നു. പക്ഷേ ഒന്ന് മാത്രം ഉമറിന് സഹിച്ചില്ല: മതനിഷേധം. താനും തൻ്റെ പിതാമഹന്മാരും ആരാധിച്ചു വന്നിരുന്ന
1000 വിഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നവർ ആരായാലും ഉമർ വെറുതെ വിട്ടിരുന്നില്ല. അങ്ങനെയുള്ള വാദമായി തന്നെ സമീപിക്കുന്നവർക്കെതിരെ ഉമർ ശക്തമായി പ്രതികരിച്ചു. അവരെ കഠിനമായി മർദ്ദിച്ചു. ഉമറിന് ദഹിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനവുമായാണ് ഖുറൈശി കുലത്തിൽ പിറവിയെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. അന്നുവരെ ഒരു അക്ഷരം കളവ് പറയാത്ത മുഹമ്മദ്, അതെ, മക്കക്കാർ മുഴുവനും അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന വിശ്വസ്തനായ മുഹമ്മദ് തൻ്റെ അന്നുവരെയുള്ള പേരുകളെല്ലാം കളഞ്ഞു കുറിച്ചിരിക്കുന്നു. ഇത്രയും കാലം തങ്ങൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ലാത്തയും ഉസ്സയും വദ്ദും സവാവും എല്ലാം വെടിയണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഉമറിന് എങ്ങനെ സഹിക്കും ഇത്? ഏതൊരാൾക്കൂട്ടത്തിൽ നിന്നാലും പ്രത്യേകം എടുത്തു കാണിക്കുന്ന നീളവും വലിപ്പവുമുള്ള ശക്തനായ ഉമർ പുത്തൻ വാദത്തിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് രംഗത്ത് വന്നു. ഇസ്ലാം വിശ്വസിച്ചുവെന്നറിഞ്ഞാൽ അവരെ കയ്യിൽ കിട്ടിയാൽ കഠിനമായും മർദ്ദിച്ചു. സ്ത്രീകളെപ്പോലും മർദ്ദനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആ ക്രൂര മനസ്ഥിതി സമ്മതിച്ചില്ല. തങ്ങളുടെ മതത്തിലും സമൂഹത്തിലും വിള്ളലും പിളർപ്പും ഉണ്ടാക്കുകയാണ് മുഹമ്മദ്. ഒറ്റക്കെട്ടായി നിന്ന അറബി കുലത്തെ ഇരുചേരിയായി പരസ്പരം കീറിപ്പിക്കുന്നു. ഇന്നുവരെയുള്ള വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്ത് പുതിയൊരു വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതേ നിലക്ക് മുന്നോട്ട് പോയാൽ അത് ആപത്താണ്. അതൊരിക്കലും വെച്ച് പുറപ്പിച്ചുകൂടാ. അത് തടയണം. അതായിരുന്നു ഉമറിൻ്റെ ചിന്ത. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മറ്റൊന്നായിരുന്നു. അവൻ്റെ അലംഘനീയമായ വിധി വന്നെടുത്തിരിക്കുന്നു. ഒരു ഉമറിനെ കൊണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാം ശക്തി പ്രാപിക്കണമെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന സഫലീകൃതമാവണം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി പോലെ തന്നെ നടന്നു. അതെ, ഉമർ റളിയല്ലാഹു അൻഹു സത്യം പുലുകി. ദീനുൽ ഇസ്ലാം അദ്ദേഹത്തെ കൊണ്ട് ശക്തമായി രഹസ്യമായി പ്രബോധനം ചെയ്തിരുന്ന ദീനിനെ പരസ്യവേദിയിലെത്തിച്ചു. അതെ, ഊരിപ്പിടിച്ച വാളുമായി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഉമർ നടക്കുന്നത്. അല്ല, നടക്കുകയല്ല, ഓടുകയാണ്. ആ കണ്ണുകൾ രക്തഗോളമായി മാറിയിരിക്കുന്നു. കവിളുകളിൽ നിന്നും ചോര ഒപ്പിയെടുക്കാം. കോപം കൊണ്ട് ഉമർ കിടുകിടാ വിറക്കുന്നുണ്ട്. അതെ, എങ്ങോട്ടാണ് ഇത്ര ദേശത്തിൽ ഉമർ പോകുന്നത്? എന്തായിരിക്കും കാരണം? എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? ആരെങ്കിലും വകവരുത്താനായിരിക്കും? അതെ, ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ കാത്തിരിക്കുക.